പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി ദൈവം മുൻപാകെ താണിരിപ്പാൻ ഈ ഭൂപ്പരപ്പിൽ ഒരു അവസരം കൂടെ ഒരുക്കി തന്നതോർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ യൂട്യൂബിൽ കൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. തിരുവചന ചിന്തയിലേക്ക് കടക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച് എഫേസ്യർ 4:5-6 വചനപ്രകാരം കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്. മത്തായി 28:18 മുതൽ 20 വരെയുള്ള വാക്യം വായിച്ചു കഴിഞ്ഞാൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ട സഭയുടെ കൂട്ടായ്മയെ ആചരിച്ച് വിശുദ്ധിയിലും വേർപാടിലും നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള കഴുകൽ ആവശ്യമാണോ? അനേക സഭകളിൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ, ശുശ്രൂഷയ്ക്കായി കടന്നു ചെല്ലുമ്പോൾ, യേശു കർത്താവിൻ്റെ രക്തത്താൽ കഴുകണമേ, 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 ശുദ്ധീകരിക്കണമേ എന്ന് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 30 വർഷം കൊണ്ട് കഴുകൽ പ്രാപിച്ചിട്ട് ഇന്നും കഴുകലായിട്ടില്ല. എങ്കിലും അതിനെക്കുറിച്ച് തിരുവെഴുത്തുകളിൽ നിന്നുകൊണ്ട് ഒരു ചിന്ത തന്ന് ദൈവദാസന്മാർ, ദാസിമാർ, വിശ്വാസ കുടുംബങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു ആലോചനയാണ്. എൻ്റെ തിരുവചന ധ്യാനം അനുസരിച്ച് ഞാൻ കുറിച്ച് എഴുതിയെടുത്ത തിരുവെഴുത്തുകളെ ധ്യാനിച്ച് എഴുതിയെടുത്ത ചില ചിന്തകൾ തരുവാനായി താല്പര്യപ്പെടുന്നു. ഒരു ദൈവ പൈതൽ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവന് അനുദിനം ശുദ്ധീകരണം ലഭിക്കുന്നത് ദൈവവചനത്താലാണ്. ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് അതാണ്. അരുമ ശിഷ്യഗണങ്ങളെ നോക്കിക്കൊണ്ട് കർത്താവ് സംസാരിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 15:3 പറയുന്നു, നിങ്ങൾ ഇപ്പോൾ കേട്ട വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു എന്ന് തിരുവെഴുത്തിൽ നാം കാണുകയാണ്. വളരെ ശ്രദ്ധിച്ച് കേട്ടാൽ നമ്മുടെ ദൈവം പരിശുദ്ധനാണ്. ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. തിമോഥെയോസിന് എഴുതിയ 1 ലേഖനം 6:14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാം. പത്രോസ് എഴുതിയ 1 ലേഖനം 1:16 വായിക്കുമ്പോഴും അവിടെയും കാണാം, തിരുവെഴുത്തുകൾ ഉടനീളം കിടക്കുകയാൽ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. യോഹന്നാൻ എഴുതിയ 1 ലേഖനം 3:2-3 വാക്യങ്ങൾ വായിച്ചാൽ അവിടെയും കാണാം. ലേവ്യ പുസ്തകം 19:4, 11:44 വായിച്ചു കഴിഞ്ഞാൽ, ലേവ്യ പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ 144 പ്രാവശ്യം ശുദ്ധീകരണത്തെക്കുറിച്ച് കാണുകയാണ്. അതുകൊണ്ട് നമ്മുടെ ദൈവം പരിശുദ്ധനാണ്. യെശയ്യാപ്രവചനം 6:1 മുതൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ 8 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെയും കാണാം, ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഒരുത്തനോടൊരുത്തൻ പറയുകയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. നമ്മുടെ ദൈവം ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന അവിടുത്തെ സന്നിധാനത്തിൽ നാം ആയിരിക്കുമ്പോൾ വളരെ വിശുദ്ധി നമുക്കും ആവശ്യമാണ്. വിശുദ്ധി നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗമരണത്താൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് ലഭിച്ചു. അതിൻ്റെ നിഴലായിട്ടാണ് സമാഗമന കൂടാരത്തിൽ യാഗപീഠം കാണുന്നത്. യാഗപീഠങ്ങളെക്കുറിച്ച് ഒത്തിരി തിരുവെഴുത്തുകളിൽ കാണുന്നു. എങ്കിലും അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ
എബ്രായ ലേഖനം 13:10 പറയുന്നു, പുരോഹിതന്മാർക്ക് അഹോവൃത്തി കഴിപ്പാൻ പാടില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഈ യാഗപീഠം യേശുക്രിസ്തുവിന് നിഴലായി നിൽക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ തന്നെ അവിടെ നിന്ന് നമുക്ക് പുത്രത്വം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ തുടർന്ന് ബഹുദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്. ഈ യാത്രയിൽ പലവിധ മാലിന്യങ്ങൾ നമ്മുടെ കാലിൽ പുരളാനിടയുണ്ട്. ആ നിലയിൽ ദൈവസന്നിധിയിൽ ശുശ്രൂഷിപ്പാൻ ഒരിക്കലും സാധ്യമല്ല. തന്മൂലം യാഗപീഠം കഴിഞ്ഞ് ഉടൻ തന്നെ താമ്രത്തൊട്ടിയും വച്ചിട്ടുണ്ട്. ഈ താമ്രത്തൊട്ടിയിൽ വച്ചിരിക്കുന്നത് രക്തമല്ല, താമ്രത്തൊട്ടിയിൽ വച്ചിരിക്കുന്നത് വെള്ളമാണ്. അവിടുന്ന് രക്തത്താൽ പുത്രത്വം സ്വീകരിച്ച് വെള്ളം വചനത്തെ കാണിക്കുന്നു. തിരുവെഴുത്തുകളിൽ ഉടനീളം പിന്നത്തേതിൽ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് താമ്രത്തൊട്ടിയിൽ വെള്ളം നിറച്ചിരിക്കുന്നത് കൊണ്ട് വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ നമുക്ക് കേൾക്കാം. വിളക്കപ്പെരുപ്പത്തിലൊന്നുമല്ല, ഇത് ഒന്ന് തിരുവചനം ഒന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. താമ്രത്തൊട്ടിയിൽ വെള്ളം നിറച്ചു വച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? രക്തത്താലുള്ള ശുദ്ധീകരണം യാഗപീഠത്തിൽ ഒരിക്കലായി ലഭിച്ചു കഴിഞ്ഞു. ഇനി ദൈവവചനമാകുന്ന വെള്ളത്താൽ നാം എപ്പോഴും ശുദ്ധീകരിക്കപ്പെടേണ്ടതാണ്. അത് ലഭിക്കുന്നത് തിരുവചന പാരായണം കൊണ്ടും ധ്യാനം കൊണ്ടും ശുശ്രൂഷ കൊണ്ടുമാണ്. ഇങ്ങനെ ശുദ്ധീകരണം കൂടാതെ ദൈവസന്നിധിയിൽ കടക്കുവാൻ ശ്രമിച്ചതുകൊണ്ട് ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 6-ാം അധ്യായം 19-20 വാക്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ശുദ്ധീകരിക്കപ്പെടാത്തവരായ ബേത്ശേമിശ്യർ പെട്ടകത്തെ നോക്കുക നിമിത്തം 50,070 പേരെ ദൈവം സംഹരിക്കുവാനിടയായി, വിശുദ്ധിയില്ലാതെ ശുശ്രൂഷിച്ചത് നിമിത്തം. അതുകൊണ്ട് നമുക്ക് അനുദിനം കഴുകൽ ആവശ്യമാണ്. അത് ദൈവവചനത്താലാണ്. ദൈവവചനം തിരുവെഴുത്ത് 119-ാം സങ്കീർത്തനം 73-ാം വാക്യം, 119-ാം സങ്കീർത്തനം 105-ാം വാക്യം, 19-ാം സങ്കീർത്തനം 10-ാം വാക്യം. ദൈവവചനം തേൻകട്ടയാണ്, തേനിനേക്കാൾ മാധുര്യമേറിയതാണ്, 1000 പൊൻവെള്ളി നാണ്യത്തെക്കാൾ വിലയേറിയതാണ് ദൈവവചനം. ഇങ്ങനെ ഈ ദൈവവചന പാരായണം കൊണ്ടും ധ്യാനം കൊണ്ടുമാണ് ശുദ്ധീകരണം ഒരു ദൈവ പൈതൽ അനുദിനം പ്രാപിക്കേണ്ടത്. അപ്പോൾ രക്ഷ ഒരിക്കലായി ലഭിച്ചു കഴിഞ്ഞു. ദൈവവചനത്തിൽ കൂടെയുള്ള ശുദ്ധീകരണം ഡെയിലിയാണ്. മാനസാന്തരവും ഒരു ദൈവ പൈതലിന് ഡെയിലിയാണ്. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. ഞാൻ തിരുവെഴുത്തുകളെ തെളിയിച്ചു തരാം. 119-ാം സങ്കീർത്തനം 99, 100, ഇയ്യോബിൻ്റെ പുസ്തകം 23:12, കർത്താവായ യേശുക്രിസ്തു മത്തായി 4:4 വരുമ്പോൾ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. ഒത്തിരി തിരുവെഴുത്തുകൾ കാണുകയാണ്. എവിടെ പോയാലും യേശുവിൻ്റെ രക്തത്താൽ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പറയുക, ഒരിക്കലായിട്ടല്ലേ ഈ രക്തത്താലുള്ള കഴുകൽ. യെശയ്യാപ്രവചനം 1:18, നിങ്ങളുടെ പാപം മുൻപ് രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1:7 പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി
നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ ഇങ്ങനെ വിളിച്ചു പറയുക, തിമോഥെയോസിന് എഴുതിയ 1 ലേഖനം 1:15 വിളിച്ചു പറയുന്നു, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ഭൂമിയിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും അത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാനേ പ്രധാന പാപി എന്ന് തമിഴ് ട്രാൻസ്ലേഷനിൽ പറയുക. പത്രോസ് വിളിച്ചു പറയുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം 5:8 തൻ്റെ പടക് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പടകും മീനും മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് യേശു കർത്താവിൻ്റെ കാൽക്കലിരുന്നിട്ട് പറയുന്നു, യേശുവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, നീ എന്നെ വിട്ട് പോകണമേ. കഴുകൽ പ്രാപിച്ചവർ പിന്നെ ഒരിടത്തും എൻ്റെ തിരുവചന ധ്യാനത്തിൽ കണ്ടിട്ടില്ല. പിന്നെയും പാപിയാണ് രക്തത്താൽ കഴുകണം, പാപിയാണ് രക്തത്താൽ കഴുകണമെന്ന് പിന്നെ കണ്ടിട്ടില്ല. അവർ തിരുവചന പാരായണവും ശുശ്രൂഷയും കൊണ്ട് വചനധ്യാനവും കൊണ്ട് മറ്റുള്ളവരെ ഉറപ്പിച്ചും അവർ ശുദ്ധീകരണം പ്രാപിച്ചും അവർ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്തതായിട്ട് കാണുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളാണ് ദൈവദാസന്മാർ ചെയ്തത്, വചനത്താലുള്ള ശുദ്ധീകരണം. ഇനി ഞാൻ എൻ്റെ ഒരു ചിന്ത തരാം. അപ്പോൾ ദേശമീശർ ശുദ്ധീകരണമില്ലാതെ അവർ പെട്ടകത്തെ നോക്കുക കൊണ്ട് എന്ത് സംഭവിച്ചു? ശമൂവേൽ എഴുതിയ 1 പുസ്തകം 6:19-20 വാക്യങ്ങൾ വായിച്ചാൽ മതി. വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ശുദ്ധീകരണം കൂടാതെ ദൈവത്തിൻ്റെ പെട്ടകവും യേശുക്രിസ്തുവിന് നിഴലായി നിൽക്കുന്ന പെട്ടകവും എടുത്തുകൊണ്ട് ശമൂവേൽ എഴുതിയ 1 പുസ്തകം 4 അധ്യായം 1 മുതൽ 21 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ, 4:4 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പെട്ടകം, വിശുദ്ധിയുടെ പെട്ടകം എടുത്തുകൊണ്ട് ശീലോവിൽ നിന്ന് കൊണ്ടുവന്ന് പെട്ടകവുമായി ഹൊപ്നിയും ഫിനെഹാസും അവർ ദൈവത്തിൻ്റെ പെട്ടകവുമായി ഫെലിസ്ത്യരോട് യുദ്ധത്തിന് പുറപ്പെട്ടു. പെട്ടകം പാളയത്തിൽ വന്നപ്പോൾ ഫെലിസ്ത്യർ നടുങ്ങി. ഇവർ ഇസ്രായേലെല്ലാം ആർപ്പെടുന്ന ശബ്ദം കേട്ടപ്പോൾ ഭൂമി കുലുങ്ങത്തക്കവണ്ണം അവർ നടുങ്ങി. പക്ഷേ ആ യുദ്ധത്തിൽ ഇസ്രായേൽ തോറ്റു. ഹൊപ്നിയും ഫിനെഹാസും പട്ടുപോയി. 30,000 ചില്ലുവാനെണ്ണം, 30,000 ചില്ലുവാനും 30,000 ഒന്നാണ് ഇവിടെ കിടക്കുന്നത്. പിന്നെ ഹൊപ്നിയും ഫിനെഹാസും മരിച്ചു. അതോടൊപ്പം തന്നെ ഏലി പുരോഹിതൻ മരിക്കുന്നു, ഫിനെഹാസിൻ്റെ ഭാര്യ മരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഇത്രയും എണ്ണം മരിക്കുവാനിട. എന്താ കാരണം? ശമൂവേൽ എഴുതിയ 1 പുസ്തകം 2 അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യം, 2 അധ്യായം ഫുള്ള് പഠിച്ചാലും 11 മുതൽ ഇങ്ങോട്ട് ഫുള്ള് പഠിച്ചാലും ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് വിശദമായിട്ട് എഴുതിയിരിക്കുന്നത്. ഞാനതിലേക്ക് കടക്കുന്നില്ല. അപ്പം വിശുദ്ധി ഒരു പ്രധാന ഘടകമാണ്. എന്ത് വൃത്തികേട് ചെയ്തിട്ട്, അപ്പം ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ ഇനി ഒരു തൂത് കൂടെ തന്നിട്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഇസ്രായേൽ മക്കൾ യെരിഹോ മതിൽ ദൈവം കാൽക്കീഴെ ആക്കി കൊടുത്തു. 6 അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി. 7 അധ്യായം, യോശുവയുടെ പുസ്തകം 6 അധ്യായം 7 അധ്യായം എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ദൈവം വിലക്കിയതിനെ, ശാപഗ്രസ്തമായതിനെ, ശാപ വസ്തുവിനെ 7:1 മുതൽ 5 വരെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. യോശുവയുടെ പുസ്തകം 7 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യം 6 അധ്യായം കൂടി ചേർത്ത് പഠിച്ചാൽ അറിയാം. 7 അധ്യായം 1 മുതൽ 26 വരെ വായിക്കുമ്പോൾ വിശദമായിട്ട് മനസ്സിലാവും. ഞാൻ ചുരുക്കി പറയുക, വീഡിയോ നീളാതിരിക്കാൻ വേണ്ടി പറയും. അവർ ഹായ് പട്ടണത്തെ പിടിച്ചടക്കാൻ യോശുവ ഒറ്റുനോക്കുവാൻ വിട്ടപ്പോൾ
അവർ പറഞ്ഞു ഇത്രയും പേരുടെ ഒന്നും ആവശ്യമില്ല, ഒരു 2000-3000 പേരൊക്കെ മതി എന്ന് പറഞ്ഞു. യോശുവ 3000-ലധികം പേരെ പറഞ്ഞു വിട്ടെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ ആ യുദ്ധത്തിൽ 30-ലധികം പേർ മരിക്കുകയും ഇസ്രായേൽ ജനം പരാജയപ്പെടുകയും ചെയ്തു. യോശുവ വസ്ത്രം കീറി പൂഴി വാരി തലയിലിട്ടുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം പറഞ്ഞു, നീ എഴുന്നേൽക്കാൻ പറയുക. എഴുന്നേറ്റിട്ട് എന്തുകൊണ്ടാണ് തോറ്റതെന്നുള്ള വിവരം ദൈവം വിശദമായി പറയുകയാണ്. അപ്പം തോൽവിക്ക് പലപ്പോഴും കാരണം ദൈവകൽപ്പന, ദൈവവചനം അനുസരിക്കാത്ത ഹൊപ്നിയും പിനേഹാസും, ശുദ്ധീകരണം പ്രാപിക്കാത്ത ഹൊപ്നിയും പിനേഹാസും, ദൈവവചനം ദൈവകൽപ്പന അനുസരിക്കാത്ത ആഖാന്മാരും നമ്മുടെ ഇടയിലും ഉണ്ട്. പിന്നെ എൻ്റെ ദൈവത്തിൻ്റെ കരുതൽ 1 വർഷം കൂടെ നിൽക്കട്ടെ, എൻ്റെ യേശുക്രിസ്തുവിൻ്റെ കരുതൽ 1 വർഷം കൂടെ നിൽക്കട്ടെ, 1 വർഷം കൂടെ നിൽക്കട്ടെ, ഫലം കായ്ച്ചില്ല എങ്കിൽ വെട്ടിക്കളയാം. ഇങ്ങനെ തിരുവെഴുത്തുകൾ ഉടനീളം കാണുകയാണ്. അപ്പോൾ ഒരിക്കൽ നമ്മൾ യേശു കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച്, വീണ്ടും ജനനം, മനസാന്തരം പ്രാപിച്ച്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ടവർ. ഞാൻ റിയാദിലായിരിക്കുമ്പോൾ ഒരു ദൈവസഭയിൽ പ്രസംഗിച്ചു. 4 ദൈവദാസന്മാരെ ഈ വിഷയം ചൂണ്ടിക്കാണിക്കുവാൻ ഇടയായി. പക്ഷേ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടണമെന്ന് കുറേ നാൾ കൊണ്ട് പറഞ്ഞു, വിശദമായിട്ട് ഞങ്ങൾക്ക് കേൾക്കുവാൻ വേണ്ടി. എന്നാൽ അവസരങ്ങൾ പലപ്പോഴും കിട്ടി, പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈയിടെയൊക്കെ അത് തന്നെയാണ് നാവിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്ന്, എന്നേക്കാൾ അറിവുള്ളവരും പഠിപ്പുള്ളവരും പാണ്ഡിത്യമുള്ളവരൊക്കെയാണ് ഇത് കേൾക്കുന്നതെങ്കിലും ഞാൻ ആരും പ്രസംഗിച്ച് കേട്ടിട്ടില്ല. ഇനി അങ്ങനെ രക്തത്താൽ ജയമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരങ്ങനെ തന്നെ അങ്ങ് ഇരിക്കട്ടെ, അത് കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പാപം ചെയ്തെന്നല്ലേ, പണ്ടത്തെ പാപം പിന്നെയും ദാവീദിനെ പോലെ ചെയ്തു എന്നല്ലേ അതിൻ്റെ അർത്ഥം. എന്ത് തന്നെയായാലും എനിക്കിത് തിരുവെഴുത്തുകളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനെൻ്റെ ചിന്താവിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്കിതിനെ ഒന്ന് വിശദീകരിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു വചന വ്യാഖ്യാനം പോലെ ഒരു കാര്യം പറയാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, വെള്ളത്തിന്മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ആത്മാവും വെള്ളവും കൂടെ പരിവർത്തനം നടത്തി. പരിശുദ്ധാത്മാവും വചനവും കൂടെ പരിവർത്തനം നടക്കുന്നു. ഇരുളിൻ്റെ ശക്തികൾ മാറുന്നു. യേശുക്രിസ്തു പോലും വിളിച്ചു പറഞ്ഞു മത്തായി 4:4, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. അപ്പോൾ ദൈവവചനത്താലുള്ള വചനപാരായണം, വചന ധ്യാനത്തിൽ കൂടെയുള്ള ശുദ്ധീകരണം എന്തിനാണ്? 119-ാം സങ്കീർത്തനം 11-ാം വാക്യം പറയുന്നു, ഞാൻ അങ്ങയോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. പാപം ചെയ്യാതിരിക്കണമെങ്കിൽ ദൈവവചനം തന്നെ വേണം. പ്രാർത്ഥന വേണ്ട, ആരാധന വേണ്ട എന്നല്ല, വചനത്തിൽ കൂടെയുള്ള ശുദ്ധീകരണം. യോഹന്നാൻ്റെ സുവിശേഷം 1:1, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ആ വചനമാണ് ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ.
ഉൽപ്പത്തി 1:2, യോഹന്നാന്റെ സുവിശേഷം 15:3, നിങ്ങൾ ഇപ്പോൾ കേട്ട വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. അപ്പോസ്തലപ്രവൃത്തി 17:10-11 വായിച്ചു കഴിഞ്ഞാൽ അവിടെയുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 24:30-45 വരെയുള്ള ഭാഗങ്ങളിരുന്ന് വായിച്ചാൽ വിശദീകരിച്ച് കുറേ കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 3:21, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1-7 വരെയുള്ള ഭാഗങ്ങൾ, യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 1:9, 1:5, ശമൂവേൽ 2-ാം പുസ്തകം 23:2, യഹോവയുടെ ആത്മാവ് എന്നിൽ ആവസിക്കുന്നു, അവൻ്റെ വചനം എൻ്റെ നാവിന്മേൽ സംസാരിക്കുന്നു. യെരമ്യാ 15:16, ഞാൻ യഹോവയുടെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം യേശുക്രിസ്തുവിനോളം പവറുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കി. യേശുക്രിസ്തുവിനോളം പവറുണ്ട് ദൈവവചനത്തിന്. യേശുക്രിസ്തു തന്നെയാണ് ദൈവവചനം. ഞാനെൻ്റെ വിഷയത്തിലേക്ക് ഒന്നുകൂടെ വരാം. അങ്ങനെ ഉൽപ്പത്തി 1:2, യോഹന്നാന്റെ സുവിശേഷം 15:3, എഫേസ്യർ 5:26 വചനം നാം നോക്കുമ്പോൾ, അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. എഫേസ്യർ 5:26. ഇനി ഒരു വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ഒരു പടയാളി യേശുക്രിസ്തു മരിച്ചു എന്ന് കണ്ടിട്ട് സംശയാസ്പദമായിട്ട് താൻ കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തുന്നു. കുത്തുമ്പോൾ ആത്മീയ വ്യാഖ്യാനം, കുത്തുമ്പോൾ രക്തവും വെള്ളവും അതിൽ നിന്ന് ഒഴുകുന്നു. സക്കറിയ 13-ാം അധ്യായം കൂടെ 1-ാം വാക്യം കൂടെ ചേർത്ത് പഠിച്ചുകൊണ്ടാൽ മതി. അവിടെ നിന്ന് ഒഴുകുക രക്തവും വെള്ളവും. രക്തം ഒരു മനുഷ്യൻ്റെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അവൻ ഏത് കുലപാതകനായിരുന്നാലും ഏത് വ്യക്തിയായിരുന്നാലും, യേശുവേ ഞാൻ പാപിയാണ്, എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ, അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്ന് പറയുമ്പോൾ ഇന്നും വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ എന്ന് പറഞ്ഞ വചനപ്രകാരം, യോഹന്നാൻ 7:38-39 വചനപ്രകാരം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്നും 2025 വർഷങ്ങൾക്ക് മുൻപ് കാൽവരി ക്രൂസിൽ ചൊരിഞ്ഞ തിരുരക്തം, പുണ്യാകരക്തം, പാപമില്ലാത്ത രക്തം, കട്ട പിടിക്കാത്ത രക്തം. അങ്ങനെ ഒരു കൂട്ടർ പറയുന്നത് കട്ട പിടിക്കുമെന്ന്. അത് ശരിയാ. പക്ഷേ കട്ട പിടിക്കാത്ത രക്തം ഇന്നും ധാരധാരയായി ഒഴുകുന്നെങ്കിൽ അത് നസ്രേനായ യേശുക്രിസ്തുവിൻ്റെ രക്തം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരുടെ എല്ലാം കട്ട പിടിക്കും. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവേ ഞാനൊരു പാപിയാണ്, അപ്പോൾ തന്നെ യെശയ്യാ 1:18 യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1:7 വചനപ്രകാരം ഉടനെ പാവ കഴുകി ശുദ്ധീകരിച്ച് ആ യാഗപീഠത്തിലെ രക്തം ഒഴുക്കിയതുപോലെ യേശുക്രിസ്തു ആകുന്ന എബ്രായർ 13:10 ഒരിക്കൽ കൂടി എടുത്തു പറയുന്നു, ആ യാഗപീഠം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ നിഴലാണ്. ഇനി ഒരു ആട്ടുകൊറ്റൻ്റെയോ കാളക്കൊറ്റൻ്റെയോ ഒരു കുറുമ്പ്രാവിൻ്റെയോ ഒരു യാഗവും വേണ്ട. ഒരാൾ എന്നോട് ചോദിച്ചു, യേശുക്രിസ്തു എങ്ങനെയാ മഹാപുരോഹിതനായി മാറുന്നത്? അറിഞ്ഞു വെച്ചോണ്ടൊക്കെ ചോദിക്കുന്നതാ. നമുക്ക് അറിയാമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ആയിരിക്കാം. തിരുവെഴുത്തുകളെ ധ്യാനിച്ചാൽ അറിയാം. ഉൽപ്പത്തി 14-ലാണ് മൽക്കീസദേക്കിനെ കുറിച്ച് കാണുന്നത്.
7-ാം അധ്യായം, എബ്രായർക്കെഴുതിയ 7-ാം അധ്യായം 8-ാം അധ്യായമൊക്കെ നിങ്ങളിരുന്ന് വായിക്ക്. അതിനകത്ത് കിടപ്പുണ്ട് ഈ മൽക്കീസേദെക്ക് ആരാണെന്ന്. മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരമാണ് യേശുക്രിസ്തു പൗരോഹിത്യത്തിലുള്ളത്. കാരണം കർത്താവായ യേശുക്രിസ്തു ജനിച്ചത് യഹൂദ ഗോത്രത്തിലാണ്. യഹൂദ ഗോത്രത്തിന് പൗരോഹിത്യമില്ല, ലേവി ഗോത്രത്തിനാണ് പൗരോഹിത്യം. അങ്ങനെയാണെങ്കിൽ ആ ചോദ്യത്തിന് മറുപടി ഈ വചനങ്ങൾ ധ്യാനിച്ചാൽ മതി. ഉൽപ്പത്തി പുസ്തകം 14, ഉൽപ്പത്തി പുസ്തകം 7, 8 അധ്യായങ്ങളൊക്കെ വായിച്ചാൽ മതി. മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം യേശുക്രിസ്തു ഒരിക്കലും മാറാത്ത പൗരോഹിത്യം ഏറ്റെടുത്തുകൊണ്ട് മഹാപുരോഹിതനായി. പത്രോസ് എഴുതിയ 1 ലേഖനം 2:9 കർത്താവായ യേശുക്രിസ്തു അങ്ങനെ ആയതുകൊണ്ടാണ് നാമും രാജാവും രാജകീയ പുരോഹിത വർഗവും ആയത്. ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ യോഹന്നാന്റെ സുവിശേഷം 19:34 യേശുക്രിസ്തുവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ ഒഴുകിയ രക്തവും വെള്ളവും അതെന്തിനെ കാണിക്കുന്നു? രക്തം പാപത്തെ കഴുകി ശുദ്ധീകരിക്കുന്നു. പാപിയായ മനുഷ്യന് വേണ്ടി ഒഴുക്കി നമുക്ക് വേണ്ടി, ഒരു ദൈവ പൈതലിന് വേണ്ടി അനുദിനം കഴുകൽ പ്രാപിക്കുവാൻ വെള്ളം അതിൽ നിന്നൊഴുകി. അതാണ് ഒരു ഉറവ്. സക്കറിയ 13:1 പറയുന്നത്, ദാവീദ് ഗൃഹത്തിൻ്റെ സകലരുടെ പാപത്തിൻ്റെ മാലിന്യത്തെ നീക്കുവാനായി ഒരു ഉറവ തുറക്കപ്പെട്ടു. അവിടെ പ്രവചനപ്രകാരം ഒരു ഉറവ തുറക്കപ്പെട്ടു. എന്താണ് ഇതിൻ്റെ അർത്ഥം? വചനം ധ്യാനിച്ച് വചനത്തിൽ നിലനിൽക്കുക. യോഹന്നാന്റെ സുവിശേഷം 31-32 കർത്താവായ യേശുക്രിസ്തു തന്നെ ഒരിക്കൽ പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിൽക്കുന്നവൻ എൻ്റെ യഥാർത്ഥ ശിഷ്യനാകുന്നു. വചനത്താലുള്ള ശുദ്ധീകരണം പ്രാപിച്ച് നിർമ്മല വചനം 12-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ നിർമ്മല വചനം നാവിലെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആ നിർമ്മല വചനം, യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങൾ തന്നെ. അത് നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളിയാകുന്ന വചനം. ആ വചനത്തിൽ കൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ആ വചനപ്രകാരം നമുക്ക് മുന്നോട്ട് പോകാം. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ, നമ്മുടെ തലമുറകളിൽ വെളിപ്പെടട്ടെ. അതുകൊണ്ടാണ് സൺഡേ സ്കൂളും അതുമൊക്കെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ നമ്മൾ ദൈവവചനം കൊടുക്കുന്നത്. ദൈവവചനം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഏക കാരണം അതാണ്. ദൈവവചനം നിറഞ്ഞു കിടക്കട്ടെ, ഒരു ദുഷ്ട ശക്തിയും തൊടത്തില്ല. ഉത്തമഗീതം 3-ാം അധ്യായം, ഞാനിവിടെ നിർത്തട്ടെ. ഉത്തമഗീതം 3-ാം അധ്യായം 7-8 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ശലോമോന് ചുറ്റും 60 യുദ്ധസമർത്ഥന്മാരായ വീരന്മാർ നിൽക്കുകയാണ്. അവർ രാത്രിയിലെ ഭയം നിമിത്തം അരയ്ക്ക് വാൾ കെട്ടിയിരിക്കുന്നു. എന്താണ് ഈ വാൾ? വചനമാകുന്ന ആത്മീയമായി ചിന്തിച്ചാൽ അവിടെ അക്ഷരീകമായ വാളായിരിക്കാം. പക്ഷേ എബ്രായർ 4:12 പറയുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ള ഇരുവായ്ത്തലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധി മറ്റകളിലേക്ക് തുളച്ചു ചെല്ലുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം. ആ വചനം അവരെ അരയ്ക്ക് കെട്ടിയിരിക്കുകയാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം. 52 ദിവസം കൊണ്ട് പല വെല്ലുവിളികളെയും നേരിടുവാൻ അവർ ഒരു കയ്യിൽ വാളും പിടിച്ചുകൊണ്ട്, ഒരു കയ്യിൽ കൊണ്ടവർ രാത്രിയും പകലുമില്ലാതെ അവർ വേല ചെയ്യുകയാണ്. വെല്ലുവിളികളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ
നമുക്കെന്താണ് വേണ്ടത്? ദൈവവചനമാകുന്ന എഫെസ്യർ 6:10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ച്, ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്, വായിച്ച് ആത്മാവിൻ്റെ വാളുമായി നിൽക്കുക. വെട്ടേണ്ടതിനെ വെട്ടുന്ന വചനം. യിരെമ്യാ 23:29 പറയുന്നു, എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിയാണ്. പാറയെ തകർക്കുന്ന ചുറ്റിയാകുന്ന വചനം നമ്മുടെ നാവിലെടുക്കുമ്പോൾ തന്നെ പിശാച് ഓടും. ഒരു ദുഷ്ടശക്തികളും അടുക്കത്തില്ല. ഒരു ദുഷ്ടശക്തികളും വചനത്തിൽ നിന്ന് നിറഞ്ഞു നിന്നാൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാവരും മറ്റുള്ളവരെ ഉറപ്പിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും. പക്ഷേ നമുക്കൊരു പ്രശ്നം, വ്യക്തിപരമായ ഒരു പ്രശ്നം വന്നാൽ അത് എങ്ങനെ നേരിടണമെങ്കിൽ ദൈവവചനം, ദൈവദാസന്മാരൊക്കെ പ്രസംഗിക്കുന്നതും അതുതന്നെ. അവർ വചനം പ്രസംഗിക്കണം. തിമത്യോസിനോട് അപ്പോസ്തലനായ പൗലോസ് ദൂത് വിളിച്ചു പറയുമ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സമയത്തും അസമയത്തും നീ ഒരുങ്ങിയിരിക്കണം. വചനം പ്രസംഗിക്കുവാൻ, വചനത്തിൽ നിലനിൽക്കുവാൻ ഒരുങ്ങിയിരിക്കണം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഒരിക്കലായി നാം കഴുകൽ പ്രാപിച്ച് നാം വിശുദ്ധിയോടെ, വേർപാടോടെ ഡെയിലി വചന ധ്യാനത്തിൽ കൂടെ, വചന പാരായണത്തിൽ കൂടെ, വചന ശുശ്രൂഷയിൽ കൂടെ ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവ് തരുന്ന സിട്ടായുസ് മുഴുവനും ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാൻ, വചനത്തിൽ അനേകരെ ഉറപ്പിക്കുവാൻ, കുഞ്ഞുങ്ങളെ ഉറപ്പിക്കുവാൻ, നാം ഉറയ്ക്കുവാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ തിരുവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ജാതി മത സംഘടനാ വ്യത്യാസമല്ല, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ അബണ്ടൻലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.